ഹലോ, ഷൈജുനും നിഷയുമാണ് മുംബൈയിൽ നിന്ന്. മുംബൈ അൺകവേർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ എലിഫന്റായിലെ ആനയെ കാണാതെ ഞങ്ങൾ എലിഫന്റായിൽ നിന്ന് തിരിച്ചു പോന്നു. ഖാരാപുരി എന്ന ദ്വീപിന് എലിഫന്റായി എന്ന് പേര് നൽകിയ പോർച്ചുഗീസുകാർക്ക് ശേഷം ഈ ദ്വീപ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഇന്ത്യയിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് കൊള്ളയടിച്ച് നേരെ ലണ്ടനിലേക്ക് എത്തിക്കുക എന്നത് ബ്രിട്ടീഷുകാരുടെ പതിവായിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ തെക്ക് മധ്യഭാഗങ്ങൾ ഭരിച്ചിരുന്ന രാഷ്ട്രകൂട രാജവംശ കാലഘട്ടത്തിൽ കൃഷ്ണശിലയിൽ നിർമ്മിക്കപ്പെട്ട ഒറ്റക്കൽ ശില്പത്തിലും അവർ കൈവച്ചു. പൊക്കിയെടുക്കാനും എടുത്താൽ തന്നെ തുറമുഖത്തെത്തിച്ച് അത് ഇംഗ്ലണ്ടിൽ എത്തിക്കുക എന്നത് സാഹസമാണെന്നറിഞ്ഞിട്ടും അവർ അതിന് മുതിരാതിരുന്നില്ല. 1864 ചങ്ങലയിൽ കോർത്ത് ക്രെയിൻ ഉപയോഗിച്ച് ഭീമൻ ആന ശില്പത്തെ ഉയർത്താനുള്ള ശ്രമത്തിൽ ചങ്ങല പൊട്ടി ആന ചെരിയുകയും ശില്പത്തിന് കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അംഗവൈകല്യം വന്ന ആനയെ ഇംഗ്ലണ്ടിലെത്തിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയും അക്കാലത്ത് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാലയായ ബൈക്കുളയിലെ വിക്ടോറിയ ഗാർഡനിലേക്ക് ശില്പത്തെ മാറ്റുകയും ചെയ്തു. അങ്ങനെ 1300 വർഷം പഴക്കമുള്ള ഈ ആനമുത്തച്ഛൻ 1864 മുതൽ ഈ ഉദ്യാനത്തിൽ വിശ്രമിക്കുന്നു. സൗത്ത് മുംബൈയിലെ ബൈക്കുള റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുൻവശത്തുള്ള വീർമാത ജീജാബായി ഭോസ്ലെ ബോട്ടാണിക്കൽ ഉദ്യാൻ ആൻഡ് സൂ എന്നറിയപ്പെടുന്ന ഈ മൃഗശാലയെ മുംബൈക്ക് പുറത്തുനിന്ന് വരുന്നവർ റാണിബാഗ് എന്ന് വിളിച്ചു പോരുന്നു. ഈ ആനശില്പത്തിന്റെ തൊട്ടടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ശിലാഫലകത്തിൽ നിന്ന് ഇപ്രകാരം വായിച്ചെടുക്കാവുന്നതാണ്: രാജബന്ദർ ജെട്ടിയിൽ നിന്ന് ഖാരാപുരിയിലേക്കോ അഥവാ എലിഫന്റ ദ്വീപിലേക്കോ ഉള്ള പ്രവേശന കവാടത്തിലാണ് ഈ ആനപ്രതിമ നിന്നിരുന്നത്. അവിടുത്തെ രാജാവ് മാത്രം ഉപയോഗിച്ചിരുന്ന രാജബന്ദർ ജെട്ടിക്ക് ഈ ഭീമൻ ആനപ്രതിമ രാജകീയ പ്രൗഢി നൽകിയിരുന്നു. പോർച്ചുഗീസുകാരാണ് ഈ ദ്വീപിന് എലിഫന്റ എന്ന യൂറോപ്യൻ പേര് നൽകിയത്. 1864 ബ്രിട്ടീഷുകാർ ഈ ആനയെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ക്രെയിൻ ഒടിഞ്ഞ് ആന പല കഷ്ണങ്ങളായി തകർന്നു. ഈ ശകലങ്ങൾ ഈ ഉദ്യാനത്തിലേക്ക് കൊണ്ടുവന്നു. പഴയ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിന്റെ ക്യൂറേറ്ററായിരുന്ന സർ ജോർജ് ബേഡ്വുഡ് അവയെ വീണ്ടും സംയോജിപ്പിച്ചു. ആനയെയും ആനയുടെ വിശേഷങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവിലെ കാഴ്ചകൾ കാണാനായി നീങ്ങി. നഗരമധ്യത്തിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഉദ്യാനത്തിൽ ഒട്ടനവധി പക്ഷിമൃഗാദികളെ സംരക്ഷിച്ചു പോരുന്നു. തികച്ചും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന വിധത്തിലാണ് പക്ഷിമൃഗാദികളെ സംരക്ഷിച്ചു പോരുന്നത്. ബോംബെയിലെത്തുന്നവർക്ക് ആനമുത്തച്ഛനെയും റാണിബാഗിലെ കൗതുക കാഴ്ചകളും ഒരു ദിവസം മുഴുവൻ എടുത്താലും കണ്ടുതീരില്ല എന്നുറപ്പാണ്. മുംബൈ അൺകവേർഡിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
മുംബൈയുടെ ചരിത്ര ഇടവഴികളിലൂടെ നടക്കണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുംബൈ അൺകവേർഡിന്റെ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.